ശ്രീവല്ലഭൻ സംവിധാനം ചെയ്ത പകരം എന്ന സിനിമ ദാസേട്ടൻ്റെ ഒരു സോളോയും പിന്നെ 2 ഡ്യുവറ്റും. പക്ഷേ ഒരു സോളോയും ഡ്യുവറ്റും മാത്രമേ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അത് ദാസേട്ടൻ പാടിയ പാട്ടെന്ന് പറഞ്ഞ സത്യത്തിൽ അത് ഇവിടുന്ന് പാടി മദ്രാസിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞങ്ങളുടെ ഫോണിൽ ഒരു 5-8 മിസ് കോൾ കിടന്നു. അന്ന് ഞാൻ കാണാൻ പറ്റിയില്ല, രാത്രിയിൽ ആ കോൾ ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ പാട്ട് പാടി കഴിഞ്ഞ സന്തോഷത്തിൽ അത് കേൾപ്പിക്കാനായിട്ട് വിളിച്ചതാണ്. അത് ശരിക്കും ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം ദാസേട്ടൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പാട്ടിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചേട്ടൻ ഇതുപോലെ ഒരു ഡ്യുവറ്റെന്ന് രവിശങ്കറും മഞ്ചരിയും കൂടെ പാടിയത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്യുവറ്റ് കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ചേട്ടനൊരു മനസ്സിലൊരാഗ്രഹം അടുത്തൊരു തലമുറയ്ക്ക്, അതായത് ദാസേട്ടൻ്റെ മകൻ വിജു, ചേട്ടൻ സുജുവിൻ്റെ 10ാമത്തെ വയസ്സിലാണ് ആകാശവാണിക്ക് വേണ്ടി ഓടക്കുഴൽ വിളി എന്നുള്ള പാട്ട് പാടിച്ചിരിക്കുന്നത്. അങ്ങനെ ബേബി സുജാതയുടെ മകൾ ശ്വേതയും ദാസേട്ടൻ്റെ മകനും കൂടെ ചേർന്നൊരു ഡ്യുവറ്റ് വേണമെന്ന് ചേട്ടൻ്റെ മനസ്സിലൊരു, അതായത് എനിക്കൊന്ന് ഇനി പടങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലൊരു തോന്നൽ വന്നിരുന്നോ എന്ന് അറിഞ്ഞൂടാ. ഏകദേശം 2009 എന്ന് പറയുമ്പോൾ 2010 ചേട്ടൻ നമ്മളെ വിട്ടു പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തെ കുറച്ച് അസുഖമൊക്കെ കുറച്ച് ക്ഷീണമൊക്കെ തുടങ്ങിയ സമയത്താണ് ഈ പടം റെക്കോർഡിങ് നടക്കുന്ന പോലെ. എങ്കിൽ പോലും വളരെ എനർജറ്റിക്കായിട്ട് അതിന് വേണ്ടിയിട്ട് വല്ലഭൻ്റെ കൂടെ നിൽക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബിച്ചേട്ടനും ചേട്ടനും കൂടെ ചേർന്നിരുന്ന് ഒന്നിച്ചിരുന്ന് പാട്ടുകൾ എഴുതുകയും അവരുടെ ആ യൂഷ്വൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു 3 സപ്തതിക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പടം. കാരണം പാട്ടുകൾ, അതായത് ചേട്ടൻ, ബിച്ചേട്ടൻ, ദാസേട്ടൻ, ഇവർ 3 പേരും ഒരേ പ്രായക്കാരാണ്. 2010 അവർക്ക് 3 പേർക്കും 70 വയസ്സ് തികയും. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ ചേട്ടൻ ആ കൂട്ടത്തിലൊരു കമൻറ്റ് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സത്യത്തിൽ ഇന്നത്തെ ഓഡിയോ റിലീസിൻ്റെ സമയത്ത് ചേട്ടനില്ല എന്നുള്ളത് വലിയൊരു നമുക്ക് നികത്താനാവാത്ത സങ്കടം തന്നെയാണ്. എന്നിരുന്നാലും പോലും ദാസേട്ടൻ്റെ സാന്നിധ്യം എൻ്റെ മനസ്സിന് വളരെയധികം ഒരു സന്തോഷവും സമാധാനം നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ പടത്തിനൊരു വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പടത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.